ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങളോട് ഇപ്പോൾ. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നല്ലവണ്ണം പ്രാർത്ഥിക്കുക. താങ്ക് യു യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിനായി സമർപ്പിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. എൻ്റെ വ്യൂസിനെ പ്രതി വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങളൊരു പക്ഷേ ഫാമിലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫാമിലിയോളം വാല്യൂ തരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂസിനെ പ്രതി? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളിലുണ്ടായിരുന്ന സ്നേഹം അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് നഷ്ടപ്പെട്ടതിനെ ഓർത്തിട്ട് അവർ വളരെ വിഷമത്തിലാണ്. ഇപ്പോഴും നിങ്ങളുമായിട്ട് വഴക്കുണ്ടായി നിങ്ങൾ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ നിങ്ങളെ വിട്ടേച്ച് പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല വേദന ഉണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. സണ്ണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. അവരൊരു നല്ല ദിവസത്തിനായി അവർ കാത്തിരിക്കുന്നു. നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ അവർ കാത്തിരിക്കുന്നു. അവരുടെ ലവ് അവർക്ക് വീണ്ടും ഉദിക്കുമെന്ന്, അവരുടെ പ്രണയം വീണ്ടും അവർക്ക് വേണ്ടി ഉദിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളോട് അവരുടെ സ്നേഹത്തെ മറച്ചു വെച്ചിരിക്കുന്നു, എങ്കിലും അവർ നിങ്ങളിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളിലേക്ക് അവർ ഒരുപാട് അട്രാക്റ്റഡ് ആണ്. അവരുടെ ഉള്ളം കയ്യിലാണ് നിങ്ങളെ ഇപ്പോഴും സൂക്ഷിക്കുന്നത്. ഓക്കെ, ഒരിക്കലും അവർ നിങ്ങളെ ഉപേക്ഷിച്ച് കളയുവാൻ അവർ തയ്യാറാകുന്നില്ല. ഓക്കെ, അവർക്ക് ഇപ്പം അവരുടെ കൂടെ ആരൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ പ്രയോറിറ്റി അവർ നിങ്ങൾക്ക് തന്നെയാണ് നൽകുന്നത്. പക്ഷേ അവരുടെ സ്നേഹമോ ഒന്നും നിങ്ങളുടെ മുന്നിൽ അവർ പ്രകടമാക്കി കാണിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, 8 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു ശനിയുടെ അപഹാരം ഇവിടെ നല്ല രീതിയിൽ കാണിക്കുന്നു. ഈ ഒരു എനർജിയിലുള്ള വ്യക്തികൾ നിങ്ങളെ പൂർണ്ണമായും വിട്ടകന്നു പോയിരിക്കുന്ന ഒരു എനർജിയിലുള്ള വ്യക്തിയായിരിക്കാം ഈ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ സന്തോഷത്തിലിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഗ്രഹണം സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് നിങ്ങളുടെ സ്നേഹവും എല്ലാം വിട്ട്, നിങ്ങൾ കൊടുക്കുന്നതായിട്ടുള്ള ഓഫർ, വിശ്വാസം, സ്നേഹം എല്ലാം വിട്ടു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതെന്തിനാണെന്ന് നമുക്ക് നോക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇവിടെ ഒരു ചീറ്റിംഗ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, ചീറ്റിംഗ് എന്ന് പറയാൻ നല്ല രീതിയിൽ നിങ്ങളെ മനഃപൂർവ്വമായിട്ട് ചതിച്ചതല്ല, എങ്കിൽ പോലും ചില വ്യക്തികൾ അവരുടെ മനസ്സിനെ മറ്റൊരു ദിശയിലേക്ക് മാറ്റിക്കൊണ്ടുപോയി പറഞ്ഞു പറ്റിച്ചു. ഓക്കെ, നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു അവരെ നിങ്ങളിൽ നിന്ന് ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ദൈവം തന്നിട്ടുള്ള ഗിഫ്റ്റായിട്ടുള്ള നിങ്ങളുടെ സ്നേഹത്തെ വിട്ടുപേക്ഷിച്ച് പോകുന്നതിന് വേണ്ടിയിട്ട് മറ്റ് ചില ഘടകങ്ങൾ അവരെ പ്രേരിപ്പിച്ചതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നമുക്ക് നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 3, 10, 5, 1, 6, 19, 10, 1, 13, 4, 8, 7. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? 3 ഓഫ് വാണ്ടിൻ്റെ എനർജി നിങ്ങളിലേക്ക് അവർക്ക് കടന്നു വരാൻ പറ്റുമെന്നവർ ചിന്തിക്കുന്നു. ഒരു ഓഫർ വരുമെന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, സ്നേഹത്തോടു കൂടി നിങ്ങൾ തിരികെ അവരിലേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷ, നിങ്ങളുടെ കോൾ മെസ്സേജ് വരും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ചാരിയറ്റാണ് നിങ്ങളിലേക്ക് കടന്നു വരാൻ അവർ ആഗ്രഹിക്കുന്നു. ഫാമിലിയോടൊപ്പം അവർക്ക് നിങ്ങളിലേക്ക് വരണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇവിടെ തേർഡ് പാർട്ടി ഫാമിലി ആണെങ്കിൽ, ഫാമിലി കാരണമാണ് നിങ്ങളുടെ സ്നേഹം അവർക്ക് അടച്ചു വെക്കേണ്ടി വന്നിട്ടുള്ളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ളൊരു കോണ്ടാക്റ്റ് ഫാമിലി കാരണമാണ് അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റാതെ പോകുന്നെങ്കിൽ, അവർ ഫാമിലിയോട് പറയുന്നു നിങ്ങളിലേക്ക് കടന്നു വരണം, നിങ്ങളോടൊപ്പം പോകണമെന്ന് അവർ പറയുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സൺ, വെയിറ്റ് ചെയ്യുകയാണ്. നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കുന്നത് വരെയും അവർ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കും എന്നുള്ളതാണ്. അവർക്ക് മറ്റെങ്ങും പോകാൻ സാധിക്കില്ല. ഓക്കെ, സൗഹൃദങ്ങൾ ഒരുപക്ഷെ കാണുമായിരിക്കാം, പക്ഷെ നിങ്ങളുടെ സ്നേഹത്തെ വിട്ട് അവർക്ക് പോകുവാൻ സാധിക്കുന്നില്ല. പോയിട്ടുണ്ടെങ്കിൽ തന്നെയും ഇപ്പോഴും അതേ വേദനയിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിലനിൽക്കുന്നത്. ഓക്കെ, ഇവിടെ സണ്ണിൻ്റെ എനർജി വന്നിരിക്കുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. അവർ ഇപ്പോൾ ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ അവർ ചെയ്തു പോയ തെറ്റുകൾക്ക് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ,
ഇവിടെ ചില വ്യക്തികളുടെ ഇടപെടൽ കാരണമാണ് നിങ്ങളുടെ ഇടയിൽ ഈ ഒരു സ്നേഹത്തെ അടച്ചു വെക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ചില കാര്യങ്ങൾ, രഹസ്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ആ ഒരു മറച്ചു വെച്ചിരിക്കുന്നതിൽ ഒരുപാട് കുറ്റബോധം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം തോന്നുന്നുണ്ട്. നിങ്ങളടുത്ത് പറയാത്ത ചില കാര്യങ്ങൾ അവരിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലവർ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അതിന് വേണ്ടിയിട്ട് അവർ ദൈവത്തോട് മാപ്പ് ചോദിക്കുകയാണ്. അവരുടെ ഹൃദയത്തെ അവർ ഹീൽ ചെയ്യിക്കുകയാണ്. വീണ്ടും ഒരു റീയൂണിയന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളുടെ ഇടയിൽ ടവർ ഉണ്ടാകാൻ കാരണം എന്താണ് എന്ന് അവർ നോക്കുന്നുണ്ട്. ഒരു വലിയ ടവർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇപ്പോൾ ഈ നിലവിൽ അവരുടെ പേരൻസ് കാരണം അല്ല തേർഡ് പാർട്ടി കാരണം നിങ്ങളിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ഒരവസരമുണ്ടെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ ഒരു ടവർ വരുന്നു. ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടിയെ അനുസരിക്കാതെ അല്ലെങ്കിൽ അവരുമായിട്ട് വഴക്കിട്ടിട്ട് തേർഡ് പാർട്ടിയുമായിട്ടൊരു ടവർ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പ്രതികൂല സാഹചര്യം ഇവിടെ നോക്കി മനസ്സിലാവും. അവരിയ്ക്കുന്ന സ്ഥലം എത്ര ഇളകി മറിഞ്ഞിരുന്നാലും ശരി തന്നെ നിങ്ങളെ വിട്ടുകളയുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിലേക്ക് കടന്നു വരാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു എനർജി കാണുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? തിരികെ നിങ്ങളിലേക്ക് വരണം, ഓഫർ നൽകണം എന്നുള്ളതാണ്. വിട്ടുപോയി, അത് ശരി തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുകയാണ്. എന്തിന്? നിങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളിലേക്കൊരു ഓഫർ തരുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ഹൃദയം ഹീലാകുന്നതിന് വേണ്ടി. ഇപ്പോൾ ഫാമിലിയോ തേർഡ് പാർട്ടിയോ കാരണം നിങ്ങളോട് സ്നേഹം കാണിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനെല്ലാം ടവർ കൊണ്ടുവന്ന് നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന്, നിങ്ങളുമായിട്ടൊരു ഓഫർ വേണമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. മറ്റു ചില വ്യക്തികൾ കാരണം, അവരുടെ മനസ്സിൽ ആവശ്യമില്ലാത്തതായിട്ടുള്ള ചില വാക്കുകൾ പറഞ്ഞത് കാരണം അവരുടെ മനസ്സ് നെഗറ്റീവ് സൈഡിലേക്ക് പോയി. അത് കാരണം നിങ്ങളെ ഒരുപാട് മുറിവേൽപ്പിക്കേണ്ടതായി വന്നു. ഓക്കെ, ഇനി നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് അവർ ചിന്തിക്കുന്നു. കാരണം ഇവിടെ നിങ്ങളുടെ പ്രാർത്ഥന കാരണം നിങ്ങളുടെ പേഴ്സണ് ഒരു അവെയർനെസ് സംഭവിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ റീഡിംഗ് ആണ്. അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.